അപ്പോൾ ഹരി, ഇത് വിജയുടെ വിഷയം പോലെ തന്നെ സോഷ്യൽ മീഡിയ ഒന്ന് ചൂട് പിടിപ്പിച്ച അല്ലെങ്കിൽ ഞെട്ടിച്ചൊരു വിഷയമാണ് പൂനം പാണ്ഡെയുടെ മരണം. ഒരു മരണം ക്രിയേറ്റ് ചെയ്ത് സെർവിക്കൽ ക്യാൻസർ ആയിട്ട് മരിച്ചു എന്നുള്ള തരത്തിലുള്ള ഒരു മെസ്സേജ് ഇന്നലെ വന്നു. പുള്ളിക്കാരിയുടെ ഇൻസ്റ്റാഗ്രാം വഴി തന്നെ അത് ഹാൻഡിൽ ചെയ്യുന്ന മറ്റാരും ഇട്ടതാണ്, അവർ മരണമടഞ്ഞു എന്നുള്ള തരത്തിലുള്ള ഒരു ഇത് ഞാൻ കണ്ടതാണ്. ഇത് കണ്ടതിന് പിന്നാലെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കുറേ നോർത്ത് ഇന്ത്യൻ പേജുകളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേജുകളിൽ അനുശോചന കുറിപ്പുകളും സാധനങ്ങളും എന്ന് പറഞ്ഞാൽ ഇവർ ഇതിനു മുമ്പേ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം എടുത്തു വെച്ച് ഇവരെ പറ്റി ഇങ്ങനെ വാഴ്ത്തി പറഞ്ഞ് അങ്ങനെയൊക്കെ ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള പോസ്റ്റുകൾ ഞാൻ കണ്ടു. അപ്പോൾ ഇന്ന് പറയുന്നു അവർ മരിച്ചിട്ടില്ല എന്ന്. അവർ തന്നെ വന്ന് 2 വീഡിയോ ആയിട്ട് പറയുന്നു ഈ സെർവിക്കൽ ക്യാൻസർ കാരണം ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ മരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് എതിരെ ഒരു ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വാർത്ത വെച്ചത്. അപ്പോൾ അതെന്ത് തോന്നുന്നു ഇത്തരത്തിലൊരു പബ്ലിസിറ്റി? ഒന്നും തോന്നാനില്ല. നമ്മൾ ഇതിന് സത്യം പറഞ്ഞ് എനിക്ക് കമൻറ്റ് ചെയ്യണമെന്നും കുറിച്ചുള്ള അഭിപ്രായം പോലും ഇല്ല. ഒരുമാതിരി തോന്നിവാസം കാണിക്കുക എന്ന് പറയുന്നത് ആ പച്ചമലയാളത്തിൽ എത്രേ ഉള്ളൂ. കാരണം ഒരു ബോധവൽക്കരണത്തിന് വേണ്ടി കാണിക്കുന്ന ഒരു പരിപാടിയത്തെ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല. എനിക്ക് ഇങ്ങനെ ഒരു ബോധവൽക്കരണ ക്ലാസ്സിനെ കുറിച്ച് അറിയത്തുമില്ല. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇപ്പം അജയ് സൂചിപ്പിച്ചതുപോലെ അവർ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ബന്ധപ്പെട്ട് ഇത് സ്വാഭാവികമല്ലേ. ഇപ്പോൾ ഒരു നടനോ നടിയോ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ നടത്തുന്ന പ്രവർത്തികൾ സോഷ്യൽ മീഡിയയിൽ വരും, പ്രത്യേകിച്ച് അവരുടെ മരണത്തിന് ശേഷം അത് അങ്ങനെ വരും. ഞാൻ അതൊരു സ്വാഭാവികമായിട്ടേ കാണുന്നുള്ളൂ. അത് ഇവർ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത് PR വർക്കായിട്ട് ജീവിച്ചിരിക്കുമ്പോഴേ ചെയ്യുന്നുണ്ട്. പിന്നെയാണ് മരിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവരെ മരിച്ചെന്ന് പറയുന്ന വാർത്തയ്ക്ക് ശേഷമാണ് ഇവർ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നത്. ഓക്കെ മനസ്സിലായി. അപ്പോൾ അങ്ങനെയുള്ള പ്രവൃത്തികൾ സ്വാഭാവികമായിട്ട് ഹൈലൈറ്റഡ് ആവുന്നതാണ്. അയ്യോ അങ്ങനെ ഒരാളാണല്ലോ മരിച്ചു കഴിഞ്ഞാൽ നല്ലത് തന്നെയല്ലേ പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്കിതിന് മനസ്സിലാകാത്ത ഇതിലുള്ള ഡേർട്ടി ഗെയിമിനെ കുറിച്ചാണ്. അത് എന്തിനാണ് അങ്ങനെ ചെയ്തത്, ഇതൊരു അവബോധമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ പറയുന്നത്, ഈ കുറേ പേര് പറയുന്നുണ്ട് ഇവർക്കെതിരെ നടപടി എടുക്കണമെന്ന്. ഞാൻ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടും ചെയ്യുന്ന ഒരാളാണ്. നടപടി എടുക്കണം. പിന്നെ ഇതുപോലത്തെ ഒരു വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഭീകരമാണ്. പ്രത്യേകിച്ച് ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഈസിലി ആയിട്ടൊരു വാർത്ത ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആലോചിച്ച് നോക്കിയേ, ഒരു നിസ്സാര പരിപാടിയല്ലല്ലോ. അതെ, ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയുന്ന ഒരു കാര്യം, അത് ഇച്ചിരി വിഷമമുള്ള ഒരു കാര്യമാണ്. മുമ്പ് സുശാന്ത് സിംഗ് രജ്പുത്ത് മരിച്ച സമയത്ത് പുള്ളി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞൊരു ന്യൂസ് വന്ന സമയത്ത് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇനി വല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ ആകണേ, ഇത് സത്യമാകല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ അങ്ങനെ പോലും വിചാരിച്ചില്ല. അത് ഞാൻ അത്രയും അങ്ങനെയൊക്കെ ഒരുപാട് മനസ്സിൽ ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയി പുള്ളിക്കാരൻ ശരിക്കും മരിച്ചു, പുള്ളി ഇല്ല എന്ന് പറയുന്നൊരു ഫാക്ടറാണ്. എനിക്ക് ഭയങ്കര അത് കൂടുതൽ വിഷമം ഉണ്ടാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ജേർണലിസം ഇതിലോട്ട് വരുന്നതിന് മുമ്പേ ഞാൻ ഒരു ജേർണലിസം വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഗോവയിൽ ഫിലിം ഫെസ്റ്റിവലിന് പോയപ്പോഴൊക്കെ സുശാന്ത് സിംഗ് രജ്പുത്തിൻ്റെ അടുത്ത് നേരിട്ട് ചോദ്യം ചോദിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അന്ന് പുള്ളി മരിച്ചു എന്ന് പറയുന്ന വാർത്ത അത്രയും ഒരു വിഷമം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരി മരിച്ചു എന്ന് പറയുന്ന വാർത്തയും സോഷ്യൽ മീഡിയയിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവരെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എനിക്ക് ഇന്നലത്തെ ഒരു ഇതോടെ മനസ്സിലായി. അത് അവർ അതിലെ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ കാരണം ഹേർട്ടായവർക്ക് വേണ്ടിയിട്ട് ഞാൻ ക്ഷമ പറയുന്നു എന്ന് പറയുന്നുണ്ട്. അത് ഒരുപാട് പേർക്ക് അത് കാരണം എഫക്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ പെട്ടെന്ന് ഇത്രയും പേര് അങ്ങ് വേദനയിലാഴ്ത്തി ഇത് പിറ്റേന്ന് വന്നിട്ട് ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറയുക വല്ലാത്തൊരിതായിട്ടാണ് തോന്നിയത്. പിന്നെ പ്രത്യേകിച്ച് ഈ സെർവിക്കൽ ക്യാൻസർ പറയുകയാണെങ്കിൽ അത് നമ്മുടെ ബജറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. സെർവിക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള മറ്റ് മാർഗ്ഗങ്ങളൊക്കെ ഈ ബജറ്റിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അതുമായിട്ട് കമ്പയർ ചെയ്താണ് വന്നത്. ഇത് ബജറ്റിൽ വന്നു, പിറ്റേന്ന് ഇതാണ്ട് ഒരു നടി ഇത് കാരണം മരിക്കുന്നു. പിന്നെ പൂനം പാണ്ഡെ സ്ഥിരം ന്യൂസുകളിൽ വന്നിട്ടുള്ളതാണല്ലോ. 2014 തൊട്ടേ ഞാൻ കേട്ടിട്ടുള്ളതാണ്. മറ്റേ നമ്മുടെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ജയിച്ചാൽ നഗ്നയായിട്ട് ഓടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, പിന്നെ ഭർത്താവുമായിട്ടുള്ളൊരു ഇഷ്യൂ. അപ്പോൾ അത് കാരണമൊക്കെ ഒരുപാട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതും അതുപോലൊരു വാർത്ത മാത്രമല്ല, എനിക്ക് ഇതിനകത്ത് അത്ഭുതം തോന്നിയൊരു കാര്യം, ഈ മരണ വാർത്തയെക്കുറിച്ച് ഇവർ ഹൈഡ് ചെയ്ത് വെച്ച രീതിയാണ്. ആദ്യം ഇതിനൊരു PR ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ചെയ്യുന്ന PR പോസ്റ്റ് ഇട്ടതിന് ശേഷം മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്നു. വാർത്താ ഏജൻസികൾ ഇവരുടെ കുടുംബത്തെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവരുടെ സഹോദരി കോൾ എടുത്തിട്ട് മരിച്ചു എന്ന് ഉറപ്പിക്കുന്നു. സഹോദരി വാർത്താ ഏജൻസിയോട് പറയുകയാണ് മരിച്ചു എന്ന്. അതിനുശേഷം അപ്ഡേറ്റ്സിനായി വീണ്ടും ന്യൂസ് ഏജൻസികൾ വിളിക്കുന്നു, ഒരു കോൾ എടുക്കുന്നില്ല. രാത്രി ആയതിനു ശേഷം ഇത് കണ്ടുപിടിക്കപ്പെടുകയാണ് ഇവർ ജീവനോടെ ഉണ്ടെന്ന്. ഞാൻ പറയുന്നത്, ഒരു മരണം ഹൈഡ് ചെയ്ത് വെക്കുന്ന അവേഴ്സിൻ്റെ കണക്ക്, അതിന് വേണ്ടി എടുക്കുന്ന ഡ്രാമ, അതിന് വേണ്ടി പറഞ്ഞു പഠിപ്പിക്കുന്ന നാടകങ്ങൾ, സ്ക്രിപ്റ്റ്, ഇതൊക്കെയാണ് ഭീതിയിലാക്കുന്നത്. ഇത്രയും ആളുകൾക്ക് ഇത് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതെങ്കിൽ, പ്രത്യേകിച്ച് ഇവരെ ഇത്രയും ആളുകൾക്ക് അറിയാവുന്നുള്ളൊരു വ്യക്തിയെ ഒരു ദിവസം മരണമാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ, ഇന്ത്യൻ ജനതയെ മുഴുവൻ വിശ്വസിപ്പിക്കുക എന്ന് പറയുന്നത് നിസ്സാര പരിപാടിയൊന്നുമല്ല. ശരിയാണ്.
അതുകൊണ്ട് അതൊരു ശരിയാണ്. ആ കേസ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ വ്യാപ്തി ഭീകരമാണ്. തീർച്ചയായും മരണ വാർത്ത പറഞ്ഞ് ഇന്നൊരാൾക്ക് ഇങ്ങനെ പറ്റിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നാളെ എന്തൊക്കെ പറഞ്ഞ് പറ്റിക്കാം. അതൊരു നിസ്സാര പരിപാടിയേ അല്ല. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഇതിനൊക്കെ എന്ത് പറയാൻ, ഇതിനൊക്കെ നടപടി എടുക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത് ഇവരെന്ത് അവബോധമാണോ ശ്രമിച്ചിരിക്കുന്നത് അത് നേരെ വിപരീതമായിട്ടും അതിന്റെ വളരെയധികം വ്യാപ്തിയിലുള്ള വിപരീതമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. സോ എന്തായാലും ഇത് ഒരു അവബോധമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.